ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം കൊണ്ട് ഉണ്ടാക്കുന്ന അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. തയ്യാറാക്കി കഴിഞ്ഞാൽ സൂപ്പറാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 2 അച്ച് ശർക്കര ഉരുക്കിയിട്ട് പാവാക്കിയിട്ട് വെക്കുക. 1 ഗ്ലാസ് വെള്ളത്തിലാണ് 2 അച്ച് ശർക്കര ഉരുക്കിയിട്ടുള്ളത്. ഇനി നന്നായി പഴുത്ത പഴം 2 വിസിലിൽ കുക്കറിൽ പുഴുങ്ങി എടുത്തതാണ്. പുഴുങ്ങി എടുത്തിട്ട് തൊലി കളഞ്ഞിട്ടുണ്ട്. ഇത് 4 പഴമാണ് കേട്ടോ, 4 നേന്ത്രപ്പഴം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരമുറി തേങ്ങയെന്നെടുത്ത തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുന്നത് 2-ാം പാലാണിത്. ഇത് നന്നായിട്ട് തിളച്ച് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് പൊടിച്ചതല്ലേ ഏലക്ക അങ്ങനെ പൊടിച്ചതോ ചേർക്കുക. ഞാൻ ഇവിടെ ഏലക്കയെന്നെടുത്ത് കുരു മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി ആവശ്യത്തിന് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. കൈ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തേങ്ങാപ്പാലിൻ്റെ ഒരു പിരി വരുമല്ലോ പാലിന്, അത് വരാതെ കൈ വിടാതെ ഇളക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.